ഹലോ എവ്രിവൺ. 2022 പുറത്തിറങ്ങിയ കലിയാൻ പാണ്ട സ്മാർട്ടി എന്ന ഇന്തോനേഷ്യൻ ഹൊറർ സിനിമയാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ അവസാനത്തിൽ ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. ഒരിക്കലും അത് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നായകനെയാണ് കാണിക്കുന്നത്. നായകൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അവൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത് പോലെയുള്ള ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ ബസ്സിൽ വേറൊരമ്മ അവരുടെ മകനോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ട നായകൻ ആ അമ്മയെ വല്ലാതെ ഫീലായി നോക്കി. അപ്പോൾ നായകൻ കയ്യിലൊരു ബാൻഡ് ഇട്ടിട്ടുണ്ട്. അത് പതിയെ അവൻ്റെ കയ്യിൽ മുറുകാൻ തുടങ്ങി. അവൻ പതിയെ സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പ്രേതം അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് അവനും കണ്ടു. എന്നാൽ അത് കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കും. അപ്പോൾ ബസ്സിലേക്ക് നായകൻ്റെ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ കയറി. ഇവനെ കണ്ടപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ ബുക്കെല്ലാം പിടിച്ചു വലിച്ചു വാങ്ങി. ദേ ഇവൻ പ്രേതത്തോട് സംസാരിക്കുന്നു എന്നും പറഞ്ഞ് നായകൻ്റെ അടുത്ത് വേണ്ടാത്ത പ്രശ്നമുണ്ടാക്കും. ഇത് കണ്ട ആ ബസ്സിലെ അമ്മ വന്ന് ഇവന്മാരെ അടിച്ച്, നീയൊക്കെ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണോ അടി ഉണ്ടാക്കാനാണോ? നിന്നെയൊക്കെ അടിച്ച് കൈയും കാലും ഒടിക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അമ്മ അവരെ അവിടുന്ന് പറഞ്ഞയച്ച് നായകനോട്, എന്താ മോനെ ഇത്, അവന്മാർ വെറുതെ വന്ന് അടി ഉണ്ടാക്കുമ്പോൾ നീയും അത് കൊണ്ടുകൊണ്ട് നിൽക്കുകയാണോ? തിരിച്ച് അവന്മാർക്കിട്ടൊന്ന് കൊടുത്തൂടായിരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ഡ്രോയിങ് ബുക്ക് അവന് തിരിച്ചു കൊടുത്തിട്ട് അവരവിടുന്ന് പോവും. എന്നാൽ അപ്പോഴും നായകൻ്റെ കയ്യിലെ ബാൻഡ് വീണ്ടും ടൈറ്റ് ആവാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ അവിടെ ആ പ്രേതം നായകൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും നായകൻ അത് വലിയ കാര്യമാക്കാതെ നേരെ അവൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് വളരെ ടയേർഡായി റൂമിലിരിക്കുന്ന സമയത്ത് ആ പ്രേതം അവൻ്റെ ഷോൾഡറിൽ ചവിട്ടി നിന്ന് പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്ത ഈ പ്രേതായിട്ട് വരുന്ന ഈ പെണ്ണ് കൊല്ലപ്പെട്ടതാണെന്ന് തോന്നുന്നു. ആ പെണ്ണിൻ്റെ ഡെഡ് ബോഡി എവിടെയാണുള്ളതെന്ന് നായകൻ പോലീസിന് ഇൻഫോം ചെയ്യും. ഇതുകൊണ്ട് നായകന് പ്രേതങ്ങളെ കാണാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. ആ ശക്തി വെച്ച് അവനെ കൊണ്ടാവുന്ന വിധത്തിൽ അവൻ പ്രേതങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത നേരെ ഒരു പാർട്ടി ഹാൾ, പബ് എന്നൊക്കെ പറയാം, അതാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും ജോളിയായിട്ട് ഡാൻസ് എല്ലാം കളിച്ച് എൻജോയ് ചെയ്യാണ്. അപ്പോൾ ആ കൂട്ടത്തിലെ വനേഷ എന്നൊരു പെണ്ണ് ഫ്രണ്ടിനോട് ഒരുപാട് സമയമായി എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നേരെ കാർ പാർക്കിങ്ങിലേക്ക് വരും. കൂടെ അവരെടുത്ത ഫോട്ടോസ് നോക്കുന്നുണ്ട്. അതിലൊരു സൈഡിലായി മാസ്ക് ഇട്ടൊരു പ്രേതം നിൽക്കുന്നത് പോലെ ഒരു രൂപം അവൾക്ക് കാണാൻ കഴിഞ്ഞു. പെട്ടെന്ന് ആ രൂപം അവളുടെ ഓപ്പോസിറ്റ് ആയിട്ടും വന്ന് നിൽക്കും. ഇത് കണ്ട ആ പെണ്ണും എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് പേടിച്ച് അവിടുന്ന് ഓടുന്ന സമയത്ത് അവിടേക്ക് വന്നൊരു കാറ് ആ പെണ്ണിനെ ഇടിച്ചിടും. ആ സ്പോട്ടിൽ തന്നെ ആ പെണ്ണ് മരിക്കുകയും ചെയ്തു. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പുറത്ത് പാർട്ടിയിൽ സോണിയ എന്നൊരു പെണ്ണിനെ കാണിക്കും. അവളും അവളുടെ ഫോണിലെ ഫോട്ടോസ് നോക്കുമ്പോൾ അതിലും ആ മാസ്ക് വെച്ച പ്രേതത്തിന്റെ രൂപം അവൾക്ക് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് ഈ കാര്യം ഫ്രണ്ട്സിനോട് പറയാമെന്ന് കരുതി നോക്കിയപ്പോൾ ആ രൂപം ആ ഫോട്ടോയിൽ കാണാതെയായി. അതിനുശേഷം നായകനെയാണ് കാണിക്കുന്നത്. അവന് സ്കൂളിൽ ചെക്കന്മാർ വന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിനി ഈ സ്കൂൾ വേണ്ട എന്നും പറഞ്ഞ് ആ സ്കൂളിൽ നിന്നും TC വാങ്ങി വേറൊരു സ്കൂളിലേക്ക് പോവും. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ബാൻഡ് വീണ്ടും മുറുകാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഇവന് മുന്നിലെ സീറ്റിലായി ഒരു വയസ്സെത്തി പ്രേതം ഇരിക്കുന്നത് നായകൻ കണ്ടു. എന്നിട്ട് നിങ്ങളുടെ കല്ലറ ഞാൻ കാണിച്ചു തരണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രതികാരം ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ നായകൻ്റെ സീറ്റിന് മുന്നിൽ ഒരു ക്ലിപ്പ് വീണ് കിടക്കുന്നുണ്ട്. അതെടുത്തു തരാൻ വേണ്ടിയായിരിക്കും ആ പ്രേതം പറഞ്ഞത്. ആ ബസ്സിൽ നായകൻ്റെ സീറ്റിന് പിന്നിലെ സീറ്റിലായി നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അവളാണ് ഈ കഥയിലെ നായിക. ഇവള് നായകൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കണ്ടതും നായകനും അവളെ വലിയ ഇഷ്ടമായി. എന്നിട്ട് അവള് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ നനയരുതെന്ന് കരുതി നായകൻ അവൾക്ക് കുട ചൂടിക്കൊടുത്ത് അവിടെ അടുത്തുള്ള ചെറിയൊരു ഹോട്ടലിലേക്ക് പോവും. അവിടെയുള്ള ലേഡിയോട് എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം, റെസ്റ്റ് റൂം എവിടെയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ച് ദൂരെയാണുള്ളതെന്ന് ആ ലേഡിയും പറയും. അതുകൊണ്ട് നായകൻ ആ കടയിൽ കയറി നായികയോട് എനിക്കൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം, അതിന് എന്നെ ഒന്ന് മറച്ചു നിൽക്കാമോ എന്ന് ചോദിച്ച് നായകൻ അവൻ്റെ ടീഷർട്ട് മാറ്റും. ഇവൻ ലൂസാണോ എന്ന രീതിയിൽ ആ കടക്കാരിയും നോക്കുന്നുണ്ട്. അതിനുശേഷം നായകൻ നായികയോട് മഴ പെയ്തതുകൊണ്ട് ആ കാരണം വെച്ച് എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിഞ്ഞു, ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ലായിരുന്നു എന്ന് പറയും. അതിന് നായികയും അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പോൾ ആ കടക്കാരിയും ഇതാ നീ പറഞ്ഞ ചായ എന്നും പറഞ്ഞ് നായകന് ചായ കൊടുക്കും. ഇത് കണ്ട നായകനും ഇതെന്താ ഒരു ചായ മാത്രം എന്ന് പറഞ്ഞതും നീ വന്നത് മുതലേ ഒരാളല്ലേ ഉള്ളൂ, അതാണ് ഒരു ചായ എന്ന് കടക്കാരിയും പറയും.
അപ്പോഴാണ് നായകൻ അവൻ്റെ അടുത്തിരിക്കുന്ന നായികയെ നോക്കിയത്. എന്നാൽ അവളെ അവിടെ കണ്ടില്ല. കാരണം അവൾ മനുഷ്യനല്ല, പ്രേതമാണ്. അതുകൊണ്ടാണ് ബസ്സിലിരുന്നപ്പോൾ നായകൻ്റെ ബാൻഡ് ടൈറ്റായത്. എന്നാൽ അവൾ ഒരു പ്രേതമാണെന്ന് നായകന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം അവളെ കണ്ടതും നായകൻ അവളെ ഇഷ്ടപ്പെടാൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് അത് ആലോചിച്ച് വല്ലാതെ ഫീലാവും. എന്നിട്ട് നേരെ അവൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോവും. നായകൻ എങ്ങനെയാണോ പ്രേതങ്ങളെ കാണാനുള്ള ശക്തിയുള്ളത്, അതുപോലെ നായകൻ്റെ മാമനും ആ ശക്തിയുണ്ട്. ഇവർക്ക് മാത്രമല്ല, നായകൻ്റെ പൂർവികരായിട്ടുള്ള പലർക്കും ഈ ശക്തിയുണ്ട്. എന്തിന്, നായകൻ്റെ അമ്മയ്ക്കും ഈ ശക്തിയുണ്ട്. ഇപ്പൊ നായകൻ്റെ മാമൻ കുറച്ചു കാലമായി ഒരു പ്രേതകഥ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും ഡയറക്ഷൻ ചെയ്യണമെന്നാണ് അയാളുടെ ആഗ്രഹം. അതുമാത്രമല്ല, ഈ മാമന് മന്ത്രങ്ങളും പൂജകളും ഒക്കെ അത്യാവശ്യം അറിയാം. അപ്പോൾ നായകൻ ബസ്സിൽ നായികയെ കണ്ട കാര്യമൊക്കെ മാമനോട് പറയും. അതിന് മാമനും, പ്രേതങ്ങളെല്ലാം അങ്ങനെയാണ്, നിന്നെ എപ്പോഴും ശല്യപ്പെടുത്തും. നിനക്കുള്ള ഒരേ ഒരു വഴി അതിനെ ശ്രദ്ധിക്കാതിരിക്കുക. നിന്റെ കണ്ണിൽ അവരെ കാണുന്നുണ്ട് എന്ന കാര്യം അവരെ കാണിക്കാതിരിക്കുക എന്നതാണ് എന്നും പറയും. നായകന്റെ അച്ഛനും അമ്മയ്ക്കും എന്തു പറ്റിയെന്ന് നോക്കുകയാണെങ്കിൽ, നായകന്റെ ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. നെക്സ്റ്റ് ഡേ നായകൻ സൈക്കിളിൽ വരുമ്പോൾ അവിടെ റോഡ് സൈഡിൽ 3 സ്റ്റുഡൻസ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നായകൻ സ്പീഡിൽ സൈക്കിളിൽ അവരുടെ നടുവിലൂടെ വന്നു. എന്നിട്ട് സോറി, ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് തിരക്കിട്ട് അവിടുന്ന് പോവും. എന്നാൽ അവൻ അവിടെ എത്തുന്നതിന് മുൻപ് സെക്യൂരിറ്റി സ്കൂളിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പോവും. അപ്പോൾ നായകൻ സെക്യൂരിറ്റിയോട്, സോറി, ഞാൻ ഈ സ്കൂളിൽ പുതിയ സ്റ്റുഡൻ്റാണ്, അറിയാതെ ലേറ്റായി വന്നതാണ് എന്ന് പറഞ്ഞതും ആ സെക്യൂരിറ്റിയും നായകനെ അകത്തേക്ക് കയറ്റിവിടും. അങ്ങനെ നായകൻ ക്ലാസ്സിലേക്ക് പോകാൻ നോക്കുമ്പോൾ നായിക അവിടെയും പ്രേതമായി വന്ന് നായകനോട് സംസാരിക്കും. എന്നാൽ നായകൻ മാമൻ പറഞ്ഞു കൊടുത്തതുപോലെ അവളെ കാണാത്ത പോലെ കാണിക്കും. എന്നിട്ട് ക്ലാസ് റൂമിലേക്ക് പോവും. അതിനുശേഷം റോഡിൽ കണ്ട ആ 3 സ്റ്റുഡൻസും കാറിൽ സ്കൂളിലേക്ക് വരും. എന്നാൽ സെക്യൂരിറ്റി ഗേറ്റ് തുറക്കില്ല. അപ്പം അതിലൊരു പണക്കാരൻ്റെ മകനുണ്ട്. അവൻ സെക്യൂരിറ്റിയോട്, എൻ്റെ അച്ഛനാണ് ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്നത് എന്നൊക്കെ പറയും. വേറെ വഴിയില്ലാതെ സെക്യൂരിറ്റിയും ഗേറ്റ് തുറക്കും. അന്ന് പബ്ബിൽ പാർട്ടി കഴിഞ്ഞ് ഒരു പെണ്ണ് കാർ പാർക്കിങ്ങിലെ ആക്സിഡന്റ് ആയി മരിച്ചിരുന്നല്ലോ. അവളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അവൾ മരിച്ച വിവരം സ്കൂൾ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെക്കും. അവിടുന്ന് കട്ട് ചെയ്ത നായകനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അവൻ സ്കൂളിലെ പുതിയ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ടീച്ചർ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്ത്, ഇവൻ ന്യൂ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ആരും ഇവനെ റാഗ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന സോണിയ എന്ന പെൺകുട്ടിയെ കാണിച്ച് ടീച്ചർ നായകനോട് അവളുടെ അടുത്ത് പോയി ഇരുന്നോളാൻ പറയും. അപ്പം അവളും, ഇതെൻ്റെ മരിച്ചുപോയ ഫ്രണ്ടിൻ്റെ സീറ്റാണ്, അതുകൊണ്ട് ഇവിടെ വേറെ ആരും ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അതിന് ടീച്ചറും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ അവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് നായകനോട് അവിടെ ചെന്നിരിക്കാൻ പറയും. നായകനും സോണിയയുടെ അടുത്ത് ചെന്നിരിക്കും. അപ്പോൾ ബാക്ക് സീറ്റിലിരിക്കുന്ന അവരുടെ ഗ്യാങ്ങിലെ ഒരു പയ്യൻ നായകൻ്റെ ചെയറിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നായകൻ്റെ കയ്യിലുള്ള ബാൻഡ് ടൈറ്റ് ആവാൻ തുടങ്ങി. ചുറ്റും നോക്കിയപ്പോൾ ജനലിൻ്റെ അപ്പുറത്ത് മാസ്ക് ഇട്ട ഒരു പ്രേതം നിൽക്കുന്നത് നായകന് കാണാൻ കഴിഞ്ഞു. ആ പ്രേതം നായകനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നായകനും പെട്ടെന്ന് ആ പ്രേതത്തിൻ്റെ ചിത്രം അവൻ്റെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കും. ഇത് കണ്ട സോണിയയും, ഇതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിച്ച് അലറും. ടീച്ചർ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സോണിയയും മിണ്ടാതിരിക്കും. അതിനുശേഷം നായകൻ ഒറ്റയ്ക്കിരുന്ന് ചിത്രം വരയ്ക്കുന്ന സമയത്ത് നായിക അവൻ്റെ അടുത്ത് വന്നിരുന്ന്, നീ ആരെയാ വരയ്ക്കുന്നേ എന്നും പറഞ്ഞ് നായകൻ്റെ ചെവിയിൽ ഊതും. എന്നിട്ട് ദേ നോക്ക്, നിനക്കെന്നെ കാണാൻ കഴിയും എന്നെനിക്കറിയാം, പ്ലീസ് എന്നോട് സംസാരിക്കുക എന്ന് പറയും. എന്നാൽ നായകൻ അതിന് ശ്രദ്ധ കൊടുക്കാതെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവും. അതിനുശേഷം ലിസ് എന്നൊരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവളും സോണിയയുടെ ഗ്യാങ്ങിലെ ഒരു പെണ്ണാണ്. ലിസ് അവളുടെ വീട്ടിൽ അവളുടെ ഇഷ്ടപ്പെട്ട ഒരു ഡോഗ് എവിടെയോ ഓടിപ്പോയിരുന്നു. അതിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുമ്പോൾ പുറത്തു നിന്ന് ആ ഡോഗ് കുരയ്ക്കുന്ന സൗണ്ട് ഇവൾ കേട്ടു. സോ ആ ഡോഗിനെ അന്വേഷിച്ച് പതുക്കെ പതുക്കെ അവിടുത്തെ ഒരു കാട്ടിലേക്ക് ലിസ് നടന്നു. അങ്ങനെ പോയി നോക്കിയപ്പോൾ അവളുടെ ഡോഗിൻ്റെ ഒരു ബെൽറ്റ് മാത്രം അവിടെ നിലത്ത് കിടക്കുന്നത് അവൾ കണ്ടു. അവൾ അതെടുത്ത് നോക്കുമ്പോൾ ആരോ രക്തം നിറച്ചൊരു കവർ പിടിച്ചോണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആ ബ്ലഡ് മൊത്തം അവളുടെ തലയിലൂടെ ഒഴിച്ചു. അത് മാത്രമല്ല, ഇവിടെ ഓപ്പോസിറ്റിൽ ഒരു മാസ്ക് ഇട്ട പ്രേതവും നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ലിസും ഒരു കമ്പി എടുത്ത് അതിനെ അടിക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ഒരു രൂപം വന്ന് അവളെ ആ കാടിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ക്രൂരമായി കൊന്നുകളയും. നെക്സ്റ്റ് ഡേ ലിസിനെ കാണുന്നില്ല എന്ന കാര്യം അവളുടെ അമ്മ സ്കൂളിൽ വന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായകൻ അതിൽ വരുന്നത് കണ്ട പ്രിൻസിപ്പൽ അവനെ വിളിച്ച്,
എനിക്ക് സോണിയോട് സംസാരിക്കണം, അവളോട് ഇങ്ങോട്ട് വരാൻ പറയെന്ന് നായകനോട് പറഞ്ഞയക്കും. ഇവിടെ ക്ലാസ്സിൽ സോണിയ അവളുടെ ബോയ് ഫ്രണ്ടിനോട് നമ്മുടെ ഫ്രണ്ട് വെനീഷ മരിച്ചതിലും ഇപ്പോൾ ലിസ് കാണാതായതിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അതിന് ആ ബോയ് ഫ്രണ്ടും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് സോണിയയെ സമാധാനപ്പെടുത്തും. അപ്പോൾ നായകൻ അവിടേക്ക് വന്ന് സോണിയയോട് പ്രിൻസിപ്പൽ അവളെ വിളിക്കുന്നു എന്ന് പറയും. സോണിയ പോയതും അവളുടെ പിന്നാലെ നായകനും പോകാൻ നോക്കിയപ്പോൾ ഈ ബോയ് ഫ്രണ്ടും ഗ്യാങ്ങും നായകനെ പിടിച്ച് അടിച്ചിട്ട് നീ വന്നത് മുതൽ പ്രേതങ്ങളെ പറ്റിയും പിശാചുകളെ പറ്റിയും പറഞ്ഞ് പല പല ചിത്രങ്ങൾ വരച്ചോണ്ടിരിക്കുകയാണല്ലോ, ഇതാ ഈ ചിത്രം നീ തന്നെ വെച്ചോ എന്നും പറഞ്ഞ് നായകന്റെ വായിലേക്ക് ആ പേപ്പർ തിരികെ കയറ്റും. എന്നിട്ട് നായകൻ കഷ്ടപ്പെട്ട് ഛർദ്ദിക്കുന്ന സമയത്ത് ആരോ അവനെ ഹെൽപ്പ് ചെയ്യും. അതാരാണെന്ന് നോക്കിയപ്പോൾ അത് നായികയായിരുന്നു. എന്നിട്ട് നായകൻ എന്നത്തെയും പോലെ അവളെ കാണാത്തതുപോലെ അഭിനയിക്കും. അപ്പോൾ നായികയും എന്തിനാടാ ഇങ്ങനെ ഇത്രയും വലിയ അഭിനയം കാഴ്ചവെക്കുന്നത്, നിനക്ക് എന്നെ കാണാൻ കഴിയുമല്ലോ, സോ എന്നോട് സംസാരിച്ചാൽ എന്താ എന്ന് ചോദിക്കും. അപ്പം നായകനും നിനക്ക് എന്താ വേണ്ടത്, ആരോടെങ്കിലും പ്രതികാരം ചെയ്യണോ അല്ലെങ്കിൽ നിന്നെ കല്ലറ കണ്ടുപിടിക്കണോ എന്ന് ചോദിക്കും. അതിന് നായികയും കല്ലറയോ, അതെവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ മരിച്ച് പ്രേതമായ ശേഷം എനിക്ക് ഫ്രണ്ട്സായിട്ട് ആരുമില്ല, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, ആർക്കും എന്നെ കാണാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന്മാരെ കാതിൽ വന്ന് ഊതും, ഇക്കിളിയാക്കും, അവരുറങ്ങുമ്പോൾ അവരുടെ മുടിയിൽ തഴുകി അവരെ പേടിപ്പിക്കും, ഇതൊക്കെയാണ് എൻ്റെ പണി. ഇന്ന് ആദ്യമായിട്ട് നിനക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് നിന്റെ ഫ്രണ്ട് ആവണമെന്ന് ആഗ്രഹം വന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ തന്നെ വരുന്നത് എന്ന് നായിക പറയും. അതിന് നായകനും ഒരു പ്രേതവും മനുഷ്യനും തമ്മിൽ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആവാൻ കഴിയുന്നത്, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയേ, ഞാൻ ചെയ്തു തരാം, അല്ലാതെ വേറൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറയും. അപ്പോൾ നായികയും അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ പേരറിയില്ല, ഞാൻ എങ്ങനെയാണ് മരിച്ചതെന്നും അറിയില്ല, അതെനിക്ക് കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ ഫ്രണ്ട് ആവണമെന്ന് കരുതി എന്നോട് കള്ളം പറയാണോ എന്ന് പറഞ്ഞ് നായകൻ അവിടുന്ന് പോവും. നായികയും ഞാൻ കള്ളം പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ വരും. അപ്പോൾ നായകൻ ഇങ്ങനെ തനിച്ച് സംസാരിച്ച് നടക്കുന്നത് സോണിയയും വേറൊരു ഫ്രണ്ടും കാണും. എന്നിട്ട് നായകനോട് നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. നായകനും ഞാൻ ആരോടും സംസാരിച്ചില്ല എന്ന് പറയും. അപ്പോൾ സോണിയ നീ ക്ലാസ് റൂമിൽ ആ മാസ്ക് ഇട്ട പ്രേതത്തിനെ കണ്ടല്ലോ, അതെ, അത് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ, ആരോടെങ്കിലും പ്രതികാരം ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. അതിന് നായകൻ ഇല്ല എന്ന് മറുപടി പറയും. അപ്പോൾ അവിടേക്ക് സോണിയയുടെ ബോയ് ഫ്രണ്ട് വന്ന് എന്താ ഇവിടെ എന്ന് ചോദിച്ചു വന്നതും സോണിയയും ഇവൻ ആ പ്രേതത്തിനെ കണ്ടു എന്ന് പറയും. അതിന് നായകനും ഇല്ല എന്ന് കള്ളം പറയും. എന്നിട്ട് ഇവന്മാരും ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് നായകനെ അവിടുന്ന് അടിച്ച് പറഞ്ഞയക്കും. അതിനുശേഷം നായകൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നായിക വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് നായകനോട് അവന്മാർ നിന്നെ ഒരുപാട് അടിച്ചപ്പോൾ നീ എന്താ തിരിച്ചടിക്കാഞ്ഞത് എന്ന് ചോദിക്കും. അതിന് നായകനും എന്തിന്, തിരിച്ചടിച്ചിട്ട് എനിക്ക് വട്ടാണ് എന്ന് പറയിപ്പിക്കാനാണോ എന്ന് പറയും. നായികയും ഈ പ്രേതങ്ങളെ കാണാൻ കഴിയുക എന്നതൊക്കെ ഒരു വരമാണ് എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ് ഓരോ മാസവും എനിക്ക് വേറെ വേറെ സ്കൂളിലേക്ക് മാറി പോകേണ്ടി വരുന്നത് എന്ന് നായകനും ചോദിക്കും. എന്നിട്ട് നിർത്ത്, നീ ഒരു സാധാരണ പ്രേതമാണ്, നിനക്കൊരു ഫീലിങ്ങും ഇമോഷനും ഒന്നുമില്ല, മനുഷ്യന്മാരുടെ ഇമോഷൻസും നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇനിയും എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത്, എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് നായകൻ അവിടുന്ന് പോവും. നായികയ്ക്കും അത് വല്ലാതെ ഫീലായി. അവിടുന്ന് കട്ട് ചെയ്ത സോണിയയുടെ ഗ്യാങ്ങിൽ നിനോ എന്നൊരു ചെക്കനുണ്ട്. അവൻ നൈറ്റ് കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ വീട്ടിലെ ഡോറ് നല്ല സൗണ്ടിലടയും. ഇത് കേട്ട് ഇതാരാണെന്നും പറഞ്ഞ് പോയി നോക്കി തിരിച്ചു വന്ന് വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങും. പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ആവും. ആ സ്ക്രീനകത്ത് നിന്ന് ആ മാസ്ക് ഇട്ട പ്രേതം ഇവനെ പിടിക്കാനായി വരും. എന്നിട്ട് പെട്ടെന്ന് ആരോ ഇവൻ്റെ തലയിലൂടെ കവറിട്ട് അവനെ മേശയുടെ മേലെ തലയിടിപ്പിച്ച് ക്രൂരമായി കൊല്ലും. നെക്സ്റ്റ് ഡേ നിനോ സ്കൂളിൽ വരാത്തത് കണ്ട് സോണിയയ്ക്ക് വല്ലാതെ പേടി തോന്നി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞതും നായകൻ നായികയെ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം നായികയില്ലാതെ നായകന് വല്ലാതെ ബോറടിച്ചിരുന്നു. അവളെ കാണാതെ നായകന് ഇരിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ സ്കൂളിലെ സെക്യൂരിറ്റി അവിടെ അടുത്തുള്ള ഒരു ഷെഡിലായിരുന്നു താമസിക്കുന്നത്. ചിലപ്പോൾ അവിടെ ഉണ്ടാകുമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോയി നോക്കും. അപ്പൊ അകത്ത് നിന്ന് സെക്യൂരിറ്റി വന്ന് ഇവിടെ എന്താ ചെയ്യുന്നത്, ഇതെല്ലാം സ്കൂളിന്റെ സ്ഥലമാണ്, ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നായകൻ അവിടുന്ന് പറഞ്ഞയക്കും. അതിനുശേഷം നായകൻ നായികയെ അന്വേഷിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് നോക്കും. എന്നിട്ട് എല്ലാ ബസ്സിലും കയറി ഇറങ്ങി നായിക ഏതിലെങ്കിലും ഉണ്ടോ എന്ന് നോക്കും.
എന്നാൽ നായിക അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടയേർഡായി നായകൻ താഴേക്ക് ഇറങ്ങിയതും നായിക ഒരു ബസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നായകൻ നേരെ നായികയുടെ അടുത്ത് വന്ന്, സോറി, ഞാൻ നിന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇനി ഞാൻ നിന്നോട് അങ്ങനെയൊന്നും സംസാരിക്കില്ല. അവസാനം വരെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതും നായികയ്ക്കും സന്തോഷമായി. എന്നിട്ട് നായകന്റെ കൂടെ വരും. അങ്ങനെ രണ്ടുപേരും നടന്നു വരുന്ന സമയത്ത് നായകനോട്, സത്യത്തിൽ എൻ്റെ പേരെന്താ, എൻ്റെ വീടെവിടെയാ, ഞാൻ കാണാതായതാണോ, എനിക്ക് വേണ്ടി ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ നായകനും അങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് അത് നായകൻ തന്നെയാണെന്നും പറയും. നായികയ്ക്കും അത് നന്നായി ഇംപ്രസ് ആയി. എന്നിട്ട് രണ്ടുപേരും സൈക്കിളിൽ പോവും. ഇപ്പുറത്തെ നിനോ മരിച്ചു പോയല്ലോ. എന്നാൽ മരിച്ച വിവരം ഫ്രണ്ട്സിന് അറിയില്ല. മിസ്സിംഗ് ആണെന്ന് കരുതിയിരിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ക്ലൂ ഉണ്ടാവുമോ എന്ന് നോക്കാൻ വേണ്ടി അവൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കും. അതിൽ ഇവൻ മിസ്സിംഗ് ആവുന്നതിന് മുൻപ് ആ മുഖംമൂടി പ്രേതം വന്നു എന്ന് പറഞ്ഞ് അലറുന്നുണ്ട്. ഫ്രണ്ട്സും നിനോയുടെ മിസ്സിങ്ങിന് ആ മാസ്ക് ഇട്ട പ്രേതമാണ് കാരണമെന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം നായകൻ നായികയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് വരും. മാമനും പ്രേതങ്ങളെ കാണാനുള്ള ശക്തി ഉള്ളത് കൊണ്ട് മാമനും നായികയെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നായകനും നായിക ഒരു പ്രേതമാണെന്ന കാര്യം മറന്ന് അവളുടെ കൂടെ വളരെ ക്ലോസ് ആയി ഇടപഴകാൻ തുടങ്ങി. അപ്പോൾ രണ്ടുപേരും ഫോട്ടോ എടുത്തപ്പോൾ അതിൽ നായകനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് നായികയ്ക്ക് വല്ലാതെ ഫീലായി. അപ്പോൾ നായകൻ നായികയുടെ ചിത്രം ഒരു ബുക്കിൽ വരച്ച് അവൾക്ക് കാണിച്ചു കൊടുക്കും. നായികയ്ക്ക് അത് വളരെ സന്തോഷമായി. എന്നിട്ട് നായകനെ കെട്ടിപ്പിടിക്കും. ഇപ്പോൾ നായികയ്ക്ക് അവളുടെ പേരെന്താണെന്ന് അറിയാത്തത് കൊണ്ട് നായകൻ അവൾക്ക് വിൻഡി എന്ന് പേരിട്ടു. അതിനെന്താണ് അർത്ഥമെന്ന് നായിക ചോദിച്ചപ്പോൾ, നിന്നെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ, കാറ്റിനെ പോലെയല്ലേ ഉള്ളത്, അതുകൊണ്ടാണ് വിൻഡി എന്ന് പേരിട്ടത് എന്ന് പറയും. നായികയ്ക്കും അത് വളരെ ഇഷ്ടമായി. അവൾ ഡാൻസ് കളിക്കാൻ ആരംഭിച്ചു. അത് നായകനും പരിസരം മറന്ന് നോക്കി രസിക്കുന്നുണ്ട്. ഇത് കണ്ട മാമനും അവൾ ജീവനുള്ള ഒരു പെണ്ണല്ല എന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ നായകനും നായികക്കൊപ്പം ചേർന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ ക്ലാസ്സിലെ ടീച്ചർ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിൽ നന്നായി മാർക്ക് വാങ്ങിയത് ഒരു കണ്ണട വെച്ച പെണ്ണാണ്. അത് സോണിയയ്ക്ക് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് സോണിയ അവളെ അടിക്കുമ്പോൾ നായകൻ ഇടയിൽ വന്ന് എന്തിനാണ് ഇവളെ അടിക്കുന്നത് എന്ന് ആ കണ്ണാടിക്കാരിക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നത് സോണിയയുടെ ഗ്യാങ് കണ്ട് നായകനെ പിടിച്ചു വെച്ച് അടിക്കും. ഇത് നായകന് വല്ലാതെ നാണക്കേടായി തോന്നി. എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് അവരെ അടിക്കാൻ കഴിയാത്തത്, ഞാൻ എന്താ ഇങ്ങനെ പേടിത്തൊടനായി പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നായികയും അവിടേക്ക് വന്ന് നായകനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ നൈറ്റ് ആ സ്റ്റുഡൻറ് ഗ്യാങ്ങിലെ റോമി എന്ന പയ്യൻ സ്കൂളിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. എന്തിനാന്ന് വെച്ചാൽ അടുത്ത് തന്നെ ഒരു എക്സാം നടക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാനാണ് അവൻ ഈ നേരത്ത് വന്നത്. അപ്പോൾ സ്കൂളിലെ സെക്യൂരിറ്റി റൗണ്ട്സിന് വന്നപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ആരോ ഉള്ളതുപോലെ തോന്നി. സോ ക്ലാസ് റൂമിലേക്ക് കയറി നോക്കിയപ്പോൾ റോമിയും സെക്യൂരിറ്റി കാണാതിരിക്കാൻ വേണ്ടി അവൻ അവിടെ ഒളിച്ചിരുന്നു. എന്നിട്ട് സെക്യൂരിറ്റി പോയ ശേഷം എങ്ങനെയൊക്കെയോ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വന്ന് അവിടെ ലോക്കറിൽ വെച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടെത്തി. എന്നിട്ടത് ഫോട്ടോ എടുത്ത് അവൻ്റെ ഫ്രണ്ട്സിനും സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് വാങ്ങിയിരുന്ന ആ കണ്ണാടിക്കാരിയെ തട്ടിക്കൊണ്ടുവന്ന് ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പേപ്പറിലേക്ക് എഴുതി തരാൻ പറയും. അപ്പോൾ ഇപ്പുറത്ത് റോമി ഒരു റെസ്റ്റ് റൂമിലേക്ക് പോയപ്പോൾ ഇവരുടെ ഫ്രണ്ട് കാണാതായ ലിസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് വിളിച്ച് പറയുന്ന സൗണ്ട് ഇവൻ കേട്ടു. റോമിയും അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ആ ലിസ് അവിടെ ശരീരത്തിൽ മൊത്തം ബ്ലഡായി നിൽക്കുന്നത് അവൻ കണ്ടു. അതുമാത്രമല്ല, പെട്ടെന്ന് ലിസ് ആ മാസ്ക് പ്രേതമായി മാറി റോമിയെ അറ്റാക്ക് ചെയ്യാൻ വന്നു. റോമിയും ഭയന്ന് അവിടുന്ന് ഓടാൻ നോക്കി. കൂട്ടത്തിൽ അവൻ്റെ ഫ്രണ്ട്സിനും കോൾ ചെയ്തു. എന്നാൽ ഫ്രണ്ട്സ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലേ, അവനോട് പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. അങ്ങനെ റോമിയെയും പ്രേതം കൊണ്ടുപോയി ബാത്റൂമിലിട്ട് അവനെ ക്രൂരമായി കൊന്നു. നെക്സ്റ്റ് ഡേ ക്ലാസ്സിലെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോണിയയും ഗ്യാങ്ങും കോപ്പി അടിക്കാൻ വേണ്ടി ബിറ്റുകൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ആൻസർ മാർക്ക് ചെയ്യും. നായകനും ആൻസർ മാർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കയ്യിലുള്ള ബാൻഡ് ടൈറ്റ് ആവാൻ തുടങ്ങി. എന്നിട്ട് പെൻസിലും എയറിൽ നിന്ന് പേപ്പറിൽ കുത്തിവരയിടുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നായകൻ്റെ ഓപ്പോസിറ്റിൽ ആ മാസ്ക് പ്രേതം വന്നിരുന്ന് നായകൻ്റെ കയ്യിൽ പിടിച്ച് ആ ആൻസർ ഷീറ്റിൽ
കുത്തി വരച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നായകനും പേടിച്ച് അലറി. ക്ലാസ്സിലെ മറ്റു കുട്ടികളും നായകനെ ഒരുമാതിരി നോക്കി. അതിനുശേഷം പുറത്തു വന്ന നായകൻ നായികയോട് ആ മാസ്ക് പ്രേതത്തിന്റെ ചിത്രം കാണിച്ച് നിനക്ക് ഇവളെ അറിയോ എന്ന് ചോദിക്കും. നായികയും ഇല്ല, അറിയില്ല. എന്തു പറ്റി, ഇവള് നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിന് നായകനും ഇന്ന് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കി എന്ന് പറയും. അതിന് നായികയും നിന്നെ കഷ്ടപ്പെടുത്തിയ ഇവളെ ഞാൻ എന്താ ചെയ്യാന്ന് അറിയോ എന്നും പറഞ്ഞ് ആ പേപ്പർ വാങ്ങി അത് നിലത്തിട്ട് ചവിട്ടി കൂട്ടും. നായകനും അത് കണ്ട് ചിരിച്ചു. അതിനുശേഷം നായകന്റെ മാമൻ ലാപ്പിൽ ഒരു ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നായകന്റെ സ്കൂളിൽ പഠിച്ച ഡിനി എന്നൊരു പെൺകുട്ടി ഒരു ബസ് ആക്സിഡന്റിൽ മരിച്ചുപോയി എന്ന് മാമൻ വായിച്ചു. എന്നിട്ട് നായകൻ വന്നതും നിന്റെ സ്കൂളിൽ ഡിനി എന്നൊരു പെൺകുട്ടിയെ നിനക്കറിയോ എന്ന് ചോദിക്കും. അതിന് നായകനും ഒന്ന് ആലോചിച്ച് ഇല്ല, എനിക്കറിയില്ല എന്ന് പറയും. എന്നാൽ നെക്സ്റ്റ് ഡേ നായകൻ ആ കണ്ണാടിക്കാരിയോട് നിനക്ക് ഡിനി എന്നൊരു പെൺകുട്ടിയെ അറിയുമോ, അവള് ബസ് ആക്സിഡന്റിൽ മരിച്ചതാണ് എന്ന് പറയും. അതിന് ആദ്യം അവളൊന്നും പറഞ്ഞില്ല. പിന്നെ നായകൻ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ അതെ, അവൾ ഇവിടെ പഠിച്ചതാണെന്ന് പറയും. നായകനും അവളുടെ ഫോട്ടോ നിന്റെ അടുത്തുണ്ടോ എന്ന് ചോദിക്കും. കണ്ണാടിക്കാരിയും എൻ്റെ അടുത്തില്ല, ലൈബ്രറിയിൽ ഉണ്ടാവുമെന്ന് പറയുന്നതും നായകൻ നേരെ ലൈബ്രറിയിലേക്ക് വന്ന് ഡിനിയുടെ ഫോട്ടോ അന്വേഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നായകന്റെ കയ്യിലെ ബാൻഡ് മുറുകാൻ തുടങ്ങി. നോക്കുമ്പോൾ അവിടെ ആ മാസ്ക് പ്രേതം നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ കത്രികയുമുണ്ട്. എന്നിട്ട് അവളോട് നായകൻ നിനക്ക് എന്താ വേണ്ടത്, എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. എന്നാൽ ആ പ്രേതം ഒന്നും പറയാതെ നായകനെ അറ്റാക്ക് ചെയ്യാനായി വന്നു. അപ്പോൾ നായകന്റെ കയ്യിലുള്ള ബാൻഡ് അവനെ അതിൽ നിന്നും രക്ഷിച്ചു. അപ്പോഴാണ് നായകൻ ആ പ്രേതത്തിന്റെ മുഖം കണ്ടത്. അത് വേറെ ആരുമല്ല, നായിക തന്നെയായിരുന്നു. എന്നിട്ട് നായകന്റെ കയ്യിലുള്ള ബാൻഡിന്റെ ശക്തി കൊണ്ട് ആ പ്രേതം അവിടുന്ന് അപ്രത്യക്ഷമായി. അതിനുശേഷം നായിക ഒന്നും അറിയാത്തതുപോലെ നായകന്റെ അടുത്ത് വന്ന് സംസാരിക്കും. അപ്പോൾ നായകനും വല്ലാത്ത ദേഷ്യം വന്ന് ഇനി നീ മിണ്ടരുത്, നീയാണ് ആ മാസ്ക് ഇട്ട പ്രേതം എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും നീയാണ് കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ ഈ പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നായിക കെഞ്ചുന്ന പോലെ പറയും. അപ്പം നായകനും നീ ഒന്നും പറയണ്ട, നിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചു, നിന്റെ പേര് ഡിനി എന്നാണ് എന്ന് പറയും. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഈ ഡിനി വേറെ ആരുമല്ല, സ്കൂളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്നയാളുടെ മകളാണ്. അവളും നായകൻ പഠിക്കുന്ന അതേ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത്. എന്നിട്ട് സോണിയയും ഗ്യാങ്ങും ചെയ്ത എല്ലാ പ്രശ്നങ്ങളും മാനേജ്മെന്റിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ ആ ഗ്യാങ്ങും നായികയെ അടിച്ച് എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തത് എന്നും പറഞ്ഞ് ഡിനിയുടെ മുഖത്ത് പൊള്ളിച്ച് അവളുടെ മുടി വെട്ടി അവളെ വല്ലാതെ കഷ്ടപ്പെടുത്തി. അത് മാത്രമല്ല ഡെയിലി അവളെ ഓരോന്ന് പറഞ്ഞ് റാഗ് ചെയ്യാനും തുടങ്ങി. അത് അവൾക്ക് താങ്ങാൻ കഴിയാതെ എന്നും കരയും. ഈ കാര്യമൊക്കെ ഡിനിയുടെ അച്ഛനെ അറിയാം. എന്നാൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം വലിയ പണക്കാരായതുകൊണ്ട് മാനേജ്മെന്റിൽ പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് ആ സെക്യൂരിറ്റിക്ക് അറിയാം. അതുകൊണ്ട് ഡിനിയും എല്ലാം സഹിച്ചു. എന്നിട്ട് ഒരു ദിവസം അവളുടെ അച്ഛനോട് പോലും പറയാതെ നാട് വിട്ടു പോകാമെന്ന് പ്ലാൻ ചെയ്ത് പോവും. എന്നാൽ അച്ഛൻ അറിഞ്ഞ് അന്വേഷിച്ച് വന്നപ്പോഴേക്കും സ്പീഡിൽ വന്ന ഒരു ബസ് നായികയുടെ മേലെ ഇടിച്ച് അവൾ സ്പോട്ടിൽ മരിച്ചു പോയതാണ്. എന്നിട്ട് ഈ കാര്യമൊക്കെ നായകനോട് പറഞ്ഞിട്ട് സത്യമായും ആ മാസ്ക് ഇട്ട പ്രേതത്തിനും എനിക്കും ഒരു ബന്ധവും ഇല്ല എന്ന് പറയും. നായകനും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അവിടുന്ന് പോവും. എന്നിട്ട് നേരെ ആ ഗ്യാങ്ങിലെ പണക്കാരന്റെ അടുത്ത് വന്ന് നീയാണ് ഡിനി മരിച്ചതിന് കാരണമെന്ന് പറഞ്ഞ് അവനുമായി അടിയുണ്ടാക്കും. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അവൻ അവൻ്റെ മാമനോട് പറയും. അപ്പം മാമനും സത്യമായിട്ടും ഡിനിക്ക് ഈ മാസ്ക് പ്രേതത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയും. എന്നിട്ട് ആരോ ആ പെണ്ണിന്റെ ശരീരം വെച്ച് മന്ത്രവാദം ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്തതുകൊണ്ട് ആ ആത്മാവിന്റെ അകത്തുള്ള ദേഷ്യവും വെറുപ്പും വേദനയും സങ്കടവും എല്ലാം ഒന്നു ചേർന്ന് ആ മാസ്ക് പ്രേതമായി ഉടലെടുത്തതാണ്. അതാണ് ആ കുട്ടികളെയെല്ലാം കൊന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് രണ്ട് മുഖമുള്ള പ്രേതമാണ്. ഈ ഡിനി എന്ന പെണ്ണ് നല്ലവളാണ്, എന്നാൽ അവളെ ഈ മാസ്ക് പ്രേതമാണ് വരുതിയിൽ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് ചെയ്തതാരാണെന്നും എനിക്കറിയാം. എന്തായാലും ഇത് ഡിനിയുടെ അച്ഛൻ തന്നെ ചെയ്യാനേ വഴിയുള്ളൂ. കാരണം ഒരിക്കൽ അയാൾ എൻ്റെ അടുത്ത് വന്ന് തനിക്ക് ഈ മന്ത്രവാദം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. ഞാനും അത് പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. ഇപ്പോഴാണ് നായകന് ഓരോ കാര്യങ്ങളും മനസ്സിലാവാൻ തുടങ്ങിയത്. സോ നായകന്റെ അടുത്തേക്ക് വെറുതെ ഒന്നും വന്നതല്ല. ആ മാസ്ക് പ്രേതം അവളെ അവളുടെ കൺട്രോളിലാക്കി നായിക ആരാണെന്ന കാര്യം ഓർമ്മയിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഹെൽപ്പ് ചോദിച്ച് നായകന്റെ അടുത്ത് വന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് തടുക്കണമെന്ന് കരുതി നായകൻ പോകാൻ പോകുമ്പോൾ നായകന്റെ ഡ്രോയിങ് ബുക്ക് താഴെ വീടും. അതിൽ ഒരു ചെറിയ കുട്ടിയുടെ ചിത്രം നായകൻ വരച്ചിരുന്നു.
അത് കണ്ട അവൻ ഷോക്കായി. ഇപ്പുറത്ത് ആ ഗ്യാങ്ങിലെ പണക്കാരൻ ചെക്കനെ കൊല്ലാൻ വേണ്ടി ആ സെക്യൂരിറ്റി നേരെ അവൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ ആ പയ്യൻ എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് സോണിയെ കോൾ ചെയ്ത് ഇവിടെ നടന്ന എല്ലാ കൊലപാതകങ്ങൾക്കും കാരണം മാസ്ക് പ്രേതമല്ല, ഡിനിയുടെ അച്ഛൻ ആ സെക്യൂരിറ്റിയാണ്, നീ പെട്ടെന്ന് സ്കൂളിലേക്ക് വായെന്നും പറയും. സോണിയയും പെട്ടെന്ന് സ്കൂളിലേക്ക് വരും. അപ്പോൾ അവിടെ എത്ര തവണ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ആ ഗ്യാങ്ങിൻ്റെ മേലെ ആക്ഷൻ എടുക്കാത്ത പ്രിൻസിപ്പലിനെയും ആ പ്രേതം കൊന്നു കളഞ്ഞു. അതിനുശേഷം സോണിയയും പണക്കാരനും ചേർന്ന് സെക്യൂരിറ്റി താമസിക്കുന്ന വീട്ടിലേക്ക് വന്ന് നോക്കും. അപ്പോൾ അവിടെ ഒരു ഡോറ് കണ്ടു. ആ ഡോറിൽ ആരോ മുട്ടുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ആ പയ്യൻ പോയതും ഇടയിൽ സെക്യൂരിറ്റി വന്ന് ഇരുമ്പ് കൊണ്ട് അവൻ്റെ തലക്കടിച്ച് കൊന്നുകളയും. സത്യത്തിൽ മരിച്ചുപോയ എല്ലാ സ്റ്റുഡൻസിനെയും ഈ സെക്യൂരിറ്റിയാണ് കൊന്നതെന്ന് തോന്നുന്നു. എല്ലാവരുടെ ബോഡിയും അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ആ മാസ്ക് പ്രേതവും ഇയാളുടെ ശരീരത്തിലാണുള്ളത്. നെക്സ്റ്റ് സോണിയെയും തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിനെല്ലാം ശേഷമാണ് നായകൻ അവിടേക്ക് വന്നത്. എന്നിട്ട് മരിച്ചുപോയ ക്ലാസ്മേറ്റ്സിനെ കണ്ട് ഇവന് വല്ലാതെ പേടി തോന്നി. എന്നിട്ട് അവന് ഓപ്പോസിറ്റിൽ ഒരു ഡോറ് കണ്ടു. അവൻ പോയി അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നായികയുടെ ശരീരം വെച്ച് ഈ സെക്യൂരിറ്റി മന്ത്രവാദം ചെയ്തത് അവൻ കണ്ടു. അതും ആ ഗ്യാങ്ങിലെ കുട്ടികളെ മാത്രമല്ല, നായികയുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും കൊല്ലാനാണ് സെക്യൂരിറ്റി ഈ മന്ത്രവാദം ചെയ്തത്. ഇത് മനസ്സിലാക്കിയ നായകനും ബാക്കി കുട്ടികളെ രക്ഷിക്കാനായി സ്കൂളിലേക്ക് ഓടി. അപ്പോൾ നായകന് ആപത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ മാമനും വീട്ടിലൊരു പൂജ ചെയ്യും. അങ്ങനെ ഇപ്പോൾ നായിക കൊല്ലണം എന്ന് കരുതിയ എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ പെട്ടുപോയി. എല്ലാ ഡോറും ലോക്കായി. അപ്പോൾ അവിടേക്ക് ആ സെക്യൂരിറ്റിയുടെ ശരീരത്തിലുള്ള മുഖംമൂടി പ്രേതം വന്ന് എല്ലാ സ്ഥലത്തും പെട്രോൾ ഒഴിച്ച് എല്ലാ സ്റ്റുഡൻസിനെയും കത്തിക്കാൻ നോക്കും. എന്നാൽ അപ്പോഴേക്കും നായകൻ വന്ന് ആ ലൈറ്റർ പിടിക്കും. അപ്പോൾ നായകനോട് ദേഷ്യം തോന്നി ആ പ്രേതം നായകനെ കൊല്ലാൻ വരും. എന്നാൽ നായകന്റെ കയ്യിലെ ബാൻഡ് സെക്യൂരിറ്റിയെയും മാസ്ക് പ്രേതത്തെയും രണ്ടാക്കി മാറ്റി. ഇതിൽ ദേഷ്യം വന്ന പ്രേതം നായകനെ കൊല്ലാൻ വന്നപ്പോൾ നായകൻ ഒരു ബുക്ക് കാണിക്കും. അതിലൊരു കുട്ടിയുടെ ചിത്രം കണ്ടു. അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ്. ആക്ച്വലി ചെറുപ്പത്തിൽ നായകനും നായികയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നായകന്റെ ഈ നോട്ട് നായിക കൊടുത്തതായിരുന്നു. ഒരിക്കൽ നായകൻ നായികയുടെ ഫോട്ടോ വരയ്ക്കുമ്പോൾ 3 കുട്ടികൾ വന്ന് ഇവനോട് വഴക്കുണ്ടാക്കും. നായികയാണ് അന്ന് നായകനെ രക്ഷിച്ചത്. ഇതെല്ലാം ഓർത്തെടുത്തു നായിക ഇപ്പോൾ മാസ്ക് പ്രേതമല്ലാതെ നോർമലായി. എന്നിട്ട് നായകൻ നായികയോട്, ദേ നോക്ക്, ഇത് നീയല്ല, നിന്റെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും സങ്കടവും ഒന്നുമില്ല, നീ എല്ലാവരോടും ക്ഷമിക്കുന്നവളാണ്, പ്ലീസ് ഇവരെയൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞതും നായിക എല്ലാ ഡോറും ഓപ്പൺ ചെയ്തു കൊടുക്കും. സ്റ്റുഡൻസും അവിടെ നിന്ന് പുറത്തേക്ക് പോവും. അതിനുശേഷം ഈ മാസ്ക് പ്രേതത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി നായകൻ അവൻ്റെ കയ്യിലെ ബാൻഡ് നായികയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. അപ്പം നായികയുടെ ശരീരത്തിലുള്ള ആ പ്രേതം പുറത്തു വന്ന് നായകന്റെ പുറത്തു കുത്തി. എന്നിട്ട് നിനക്കെന്നെ തടുക്കാനാവില്ല എന്ന് പറയും. ആ സമയം അവിടേക്ക് നായകന്റെ മാമനും വരും. എന്നിട്ട് ഇവരുടെ ഫാമിലിയിലെ ഒരു മാന്ത്രിക കത്തിയുണ്ട്. അത് നായകന് എറിഞ്ഞു കൊടുക്കും. നായകനും ആ കത്തിയെടുത്ത് പ്രേതത്തെ തലങ്ങും വിലങ്ങും വെട്ടും. അതോടെ ആ മാസ്ക് പ്രേതത്തിന്റെ കഥ കഴിഞ്ഞു. എന്നിട്ട് നായകൻ നായികയുടെ മേല് കിടന്നതും അവന് നായികയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള എല്ലാ ഓർമ്മകളും വന്നു പോയിക്കൊണ്ടിരുന്നു. അത് നമ്മൾ കാണുമ്പോൾ നമുക്കും അതൊരു ഡിഫറെൻ്റ് ഫീല് തരും. എന്നിട്ട് അവസാനം നായിക ആ ബാൻഡ് നായകന് തന്നെ കൊടുത്തു. എന്നിട്ട് അവളുടെ അച്ഛനെ ഒന്ന് നോക്കി ചിരിച്ച് അവിടുന്ന് മാഞ്ഞു പോവും. അതിനുശേഷം നായകൻ നായികയെ വരച്ച ആ ചിത്രം അവളുടെ കല്ലറയ്ക്ക് മുന്നിൽ വെച്ച് അവിടുന്ന് പോവും. അപ്പോഴും നായകന്റെ കയ്യിലെ ബാൻഡ് മുറുകും. അങ്ങനെ ഈ സിനിമ അവസാനിക്കും. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.